സാറേ നമസ്കാരം. നമസ്കാരം. മമതാ ബാനർജിക്ക് ഇന്ത്യ മുന്നണിയോട് യാതൊരു മമതയുമില്ല. ഇന്ന് മുർഷിദാബാദിൽ പ്രസംഗിച്ചിരിക്കുന്നു. ഡൽഹിയിലാണ് ആ മുന്നണി, പശ്ചിമ ബംഗാളിൽ വേണ്ട. യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാകും മമതാ ബാനർജി മുന്നണിയുടെ പ്രധാനമന്ത്രിയാകും എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെ ഒരാളാണ് പറയുന്നത് ഡൽഹിയിൽ മതി, ഇവിടെ തൃണമൂൽ മാത്രം മതി എന്ന് പറയുന്നത്. സാറിൻ്റെ വിലയിരുത്തൽ എന്താണ് അതിനെക്കുറിച്ച്? മമതാ ബാനർജിയെ എനിക്ക് പണ്ട് മുതലേ അറിയാം. മമതാ ബാനർജി കോൺഗ്രസ്സിലുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ ഫയർ ബ്രാൻഡായിരുന്നു. പിന്നെ മമതാ ബാനർജിയെ കോൺഗ്രസ്സിൽ നിന്ന് അകന്നുപോയി എന്ന് മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തീവ്ര പ്രവർത്തനങ്ങളെ അസ്തപ്രജ്ഞമാക്കിക്കൊണ്ട് അവിടെ ഇരമ്പി കയറുകയായിരുന്നു മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ പേരിലാണ് ഇന്ത്യ മുന്നണിയുമായി അവർ പിണങ്ങിയത്. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധം. രണ്ട്, അവിടെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ചൗധരിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലുള്ള മമതാ ബാനർജിയുടെ എതിർപ്പ്. മിസ്റ്റർ ജോൺ, മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിൽ വരും തെരഞ്ഞെടുപ്പിന് ശേഷം. കാരണം തെരഞ്ഞെടുപ്പ് അല്ലാതെ വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായി വരും. പിന്നെ ഒരു പ്രസംഗം എന്നൊക്കെ പറയുന്നത് ആ പ്രസംഗത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു വികാരത്തിൻ്റെ ഭാവം കൂടിയാണ്. അപ്പോൾ ഡൽഹിയിൽ 6 സീറ്റാണ് ആകെ ഉള്ളത്. 6ഓ 5ഓ സീറ്റാണ് ആകെ ഉള്ള പാർലമെൻറ്റ് സീറ്റുകൾ. 7 സീറ്റ്. അതിൽ കേജ്രിവാളിൻ്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിലൊരു ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ഐക്യം വേണ്ടത്ര വിജയിക്കും എന്ന തോന്നലല്ല ഇപ്പോൾ സർവേ റിപ്പോർട്ടുകളിൽ വരുന്നത്. അപ്പോൾ BJP അവിടെ കടന്നു കയറും. അപ്പോൾ ഇപ്പോൾ മമതാ ബാനർജി പറഞ്ഞത് മുന്നണിയുമായി ഇപ്പോൾ സഹകരിക്കുന്നില്ല. അപ്പോൾ മമതാ ബാനർജിയുടെ ആ പ്രസ്താവന മുഖവിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് പ്രത്യേകമായ ചില മമത ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ഓരോ വോട്ടും BJPക്ക് അനുകൂലമായ വോട്ടാണ്. കോൺഗ്രസിനും CPM-നും ചെയ്യുന്ന വോട്ട് BJPയുടെ ഏജന്റുമാരാണ് ഈ കോൺഗ്രസും CPM എന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊരു കാര്യം. ഈ അതങ്ങനെ തള്ളാൻ പറ്റുമോ? അല്ല, തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു വോട്ട്, ആ വോട്ട് മറ്റൊരാൾക്ക് ന്യൂനമാക്കും, കുറവാക്കും. ഇങ്ങേർക്ക് അധികമാകുന്നത് അവിടെ ദോഷം ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്, ഇവർക്ക് ചെയ്താൽ ആ വോട്ടുകൾ മമതാ ബാനർജി ഉദ്ദേശിക്കുന്ന തലത്തിൽ എതിരാളികളെ തോൽപ്പിക്കാൻ ഉപകരിക്കത്തില്ല. അതുകൊണ്ടാണ് ആ വോട്ട് BJPക്ക് അനുകൂലമാണ് എന്ന് പറയുന്നത്. പക്ഷേ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എടുക്കുന്ന നിലപാടിൻ്റെ 10 ഇരട്ടി എതിർപ്പിലാണ് മമതാ ബാനർജി BJP അവിടെ എതിർക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണല്ലോ. BJP. അപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ ഇരമ്പി കയറണമെങ്കിൽ BJP അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളക്കാരനായ ആനന്ദബോസിനെ അവിടെ ഗവർണറാക്കി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നു. EDയുടെ പ്രവർത്തനങ്ങൾ, ആ ED അവർ തടയുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഈ BJPക്കെതിരായി ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ BJPക്കെതിരായി ചെയ്യുന്ന കാര്യങ്ങളുടെ നടുവിൽ ഒരു ചില്ലറ പൊരുത്തക്കേടുകൾ വരുന്നതിന് മമതാ ബാനർജിക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഐക്യത്തോടെ നേരിടേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ലേ ഇത്? പ്രതിപക്ഷ മുന്നണികളെല്ലാം ചേർന്ന് മത്സരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ മമതയെപ്പോലെ അത്രയും പ്രാധാന്യമുള്ള ഇന്ത്യയെമ്പാടും അറിയപ്പെടുന്ന ഒരു നേതാവ് മാറി നിൽക്കേണ്ടതുണ്ടായിരുന്നോ? അല്ല, മാറി നിൽക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊരു പെട്ടെന്നുണ്ടാക്കിയ ഒരു മുന്നണിയാണ്, തട്ടിക്കൂട്ട് മുന്നണിയാണ്, തർക്കമില്ല. അപ്പോൾ പ്രാദേശികമായി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ് കോൺഗ്രസ്സിനകത്ത് മുൻകൈ എടുത്തത്. ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ സീറ്റ് കൊടുത്തിട്ട് കോൺഗ്രസിൻ്റെ സീറ്റ് കുറച്ചിട്ട് ആണ് ഈ മുന്നണിയെ രൂപപ്പെടുത്തിയത്. പലയിടങ്ങളിലും ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മുന്നണികൾ വീണ്ടും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. അതിനാണ് രാഹുൽ ഗാന്ധി പറയുന്നത്, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഞാനല്ല, ആർക്ക് വേണമെങ്കിലാകാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നിതീഷ് കോൺഗ്രസ് വിട്ടുപോയി BJPയോടൊപ്പം ചേർന്നത്. അപ്പോൾ പലയിടങ്ങളിലും അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നതാണ്.
അത് കൊണ്ടുവരാമായിരുന്നു. അങ്ങനെ മുമ്പേ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. കാരണം പാർലമെൻറ്റ് അംഗങ്ങളുടെ ജയിച്ചു വരുന്നവരുടെ ഒരു വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ വീഴ്ചയുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങേർക്ക് അവസരവാദപരമായി പെട്ടെന്ന് BJPയിലേക്ക് ചെന്നാൽ നേട്ടമുണ്ടാകുമെന്ന് കരുതി ചാടിപ്പോയതാണ്. അങ്ങനെ ഒരിടത്ത് പിന്നെ മഹാരാഷ്ട്രയിൽ, ഇപ്പോൾ UPയിൽ, ഇപ്പം തന്നെ തമിഴ്നാട്ടിൽ നല്ല ഉറച്ച ബന്ധമല്ലേ ഐക്യമുന്നണിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഒരു ഉറച്ച മുന്നണി തന്നെ ഉണ്ടായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ മുന്നണി ബന്ധങ്ങളിൽ നല്ല കെട്ടുറപ്പുണ്ടായിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ പക്ഷേ ഇവിടെ വാക്പോരാണ്. രാഹുലും പിണറായി, MV ഗോവിന്ദൻ. പറയാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഈ വാക്പോര്. അവരെന്തുകൊണ്ടാണ് BJP എതിർക്കാത്തത്? ഇവിടെ പിണറായി നിലനിൽക്കുന്നത് പോലും മോദിയുടെ ദയാദാക്ഷിണ്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ലാവ്ലിൻ കേസിലൊക്കെ പിടിച്ച എപ്പോഴും അടച്ചിടേണ്ടതാണ്. ഇവർ ക്രൂരമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് കഴക്കൂട്ടത്ത് മോദിജി വന്നപ്പോൾ EDയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്ലാഘിച്ചതും ഇവിടെ മുഖ്യമന്ത്രിയും കരുവന്നൂർ ബാങ്കും ഈ രാജ്യത്ത് അഴിമതിയാണ് നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചതും. അതുമുതലാണ് ED അതിൻ്റെ പിടി മുറുക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ശശിധര കർത്താവിനെ വരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ വീണയെ പോലും അറസ്റ്റ് ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇല്ല, അറസ്റ്റ് ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? സാറിന് തോന്നുന്നുണ്ടോ? അറസ്റ്റ് ചെയ്താലും അവർ പിടിച്ചു നിൽക്കും. എക്സാലോജിക്ക് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്നത്. ഇനി അടുത്ത് വേറെ കേസുകളാണ്. ആ കേസിനൊക്കെ വേറെ വേറെ മുനകളാണ്. അപ്പോൾ ഇവിടെ എക്സാലോജിക്കിൻ്റെ പേരിൽ മണൽ മാഫിയ ഇവർക്ക് കൊടുത്ത മാസപ്പടി, അതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ഇവർക്ക് ബന്ധങ്ങൾ, എക്സാലോജിക്കിന് എവിടെയൊക്കെ ബന്ധങ്ങളുണ്ട്, എവിടെയൊക്കെ കമ്പനികളുണ്ട്, ആ കമ്പനികളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും ഇത് ചെയ്യുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. BJP ഏജൻറ്റുമാരാണെന്ന് വിളിക്കുമ്പം ഇവർ പിന്നിൽ നിന്ന്, ഇന്ത്യ മുന്നണിയിൽ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്ന് കേരളത്തിൽ MV ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ രാഹുലിനെതിരെ. അല്ല, MV ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹം ഒരു ഡ്രിൽ മാസ്റ്റർ കണക്ക് ഓരോന്ന് പറയുന്നു എന്നല്ലാതെ എല്ലാത്തിനും കയറി അങ്ങ് പാർട്ടി സെക്രട്ടറിയാണ്. പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ പിണറായിയെ പിന്തുണയ്ക്കാൻ വേണ്ടി പിണറായിക്ക് എതിരായി വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഒരു മുറം പോലെ എതിർത്ത് നിൽക്കേണ്ട ബാധ്യത MV ഗോവിന്ദൻ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ എതിർക്കുന്നത്. എതിർക്കുന്ന മുഴുക്കെ ആരെ എതിർക്കുന്നത്? BJP എതിർക്കണ്ടേ? ആകെ എതിർക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയാണ്. രാഹുൽ ഗാന്ധി എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്ക് പണ്ടൊരു പേരുണ്ടായിരുന്നു, പപ്പു. അതുകൊണ്ട് അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു വരുമ്പോൾ എത്ര ആക്ഷേപകരമാണത്. ഉപയോഗിക്കുന്ന പേരല്ല, തെരച്ചും പറഞ്ഞുകൂടെ, തിരിച്ചും പറഞ്ഞുകൂടെ? ചോരയുടെ മണമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പിണറായിക്കുള്ളത് എന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുണ്ട്. പരസ്പരം ചെളിവാരി എറിയാൻ. ഈ ചെളിവാരി എറിഞ്ഞോ അല്ലെങ്കിൽ ചാണകം വാരി എറിഞ്ഞോ മുന്നോട്ട് പോവുകയല്ല രാഷ്ട്രീയം. നേരാവണ്ണമുള്ള നയവും തന്ത്രവും ആശയവും തത്വശാസ്ത്രവും പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് അത് നല്ല രാഷ്ട്രീയമാകുന്നത്. ഇപ്പോൾ തന്നെ സൈബർ ആക്രമണങ്ങൾ പലയിടത്തും നടക്കുന്നു. അതിനെ എതിർക്കേണ്ട ബാധ്യതകളുണ്ട്. പിന്നെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞു പിടിച്ച് നിർത്തിയത്. പക്ഷേ അത് പൊട്ടിപ്പോകുന്നു, വളരെ പെട്ടെന്ന് ശിഥിലമാകുന്നു അതിൻ്റെ ശക്തി. കാരണം കോൺഗ്രസിൻ്റെ ഇരച്ചുകയറ്റം കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ പ്രേമേന്ദ്രൻ കൊല്ലത്ത് ജയിക്കും. കൊണ്ട് നിർത്തിയിരിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന ഒരു നടനെയാണ്, MLA ആണ്. എന്നാൽ പോലും അവിടെ പ്രേമേന്ദ്രൻ്റെ മുമ്പിൽ ഒന്നും ആകത്തില്ല. അവിടെ തന്നെ ഇദ്ദേഹം പപ്പു എന്ന് വിളിക്കുന്നിടത്ത് പരനാറിയെന്നും കുലംകുത്തിയെന്നും ഒക്കെ നികൃഷ്ടജീവിയെന്നും ഒക്കെ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ പഴങ്കാല ആവർത്തനങ്ങളെ ഇവർ വിളിച്ചു പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ പറയുന്നതേ ബുദ്ധിയല്ല, നാണക്കേടാണ്. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് ഇപ്പോൾ അത്ര നന്നല്ല. തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുകയും, കേരളത്തിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും കേരളത്തിന് പുറത്ത് ഒരേ മുന്നണിയാണെന്നുള്ള ചിന്ത വിട്ടുപോകുന്നു. ഇവർ മറന്നു പോകുന്നു. ഒരു കാരണവശാലും
വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവർ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നു. നിർത്താതെ ഒന്ന് മാറിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ജയിക്കട്ടെ, ഞങ്ങളുടെ മുന്നണിയിലുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് നിന്നിരുന്നെങ്കിൽ വളരെ ഉത്കൃഷ്ടമായ ഒരു മുന്നണി മര്യാദ അവർക്ക് പാലിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത് കേരളത്തിലെ സാഹചര്യത്തിൽ അതൊരു പ്രായോഗിക അതാണ് ഈ പ്രശ്നം. പ്രായോഗികത എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രു കോൺഗ്രസിൻ്റെ ശത്രു മാർക്സിസ്റ്റ് പാർട്ടി. അതല്ലാതെ BJP നടുക്ക് നിൽക്കുകയാണ്. ആ BJP രണ്ടിടത്തു നിന്നും അടിച്ചിട്ടും BJP അങ്ങോട്ടൊരു ക്ലച്ച് പിടിക്കുന്നില്ല. അവർ ക്ലച്ച് പിടിക്കാൻ ഉദ്ദേശിക്കുന്ന 10 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 10 വർഷത്തിന് ശേഷമുള്ള ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അവർ വിത്തുപായിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ പടലപ്പിണക്കങ്ങളില്ലാതെ ഇലക്ഷന് വളരെ, എനിക്ക് തോന്നുന്നത് ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്നൊരു മുന്നണി ഇത് ഈ ഇലക്ഷൻ വരാൻ പോവുകയാണ് എന്ന് അറിയാം. അപ്പോൾ ഒരു 1.5-2 വർഷം മുമ്പെങ്കിലും അതിൻ്റെ ഒരു ശ്രമം, ഒരു പ്രതിപക്ഷ മുന്നണിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ശ്രമം നടത്തുക. അത് തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രധാനിയായി നിന്ന നിതീഷ് അപ്പുറത്ത് പോവുകയും ചെയ്തു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ? അതിന് ഒരു ഗൗരവത്തിൽ എടുക്കാതെ പോയോ? അങ്ങനെ അതല്ല, രാഷ്ട്രീയക്കാർ എപ്പോഴും അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, നേതൃത്വത്തിൻ്റെ പേരിൽ മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെ എല്ലാം കൂടി സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഒരു മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണിയിൽ കക്ഷി ചേർന്നവർക്കൊക്കെ ഒരുമിച്ച് പോകണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എത്രയൊക്കെ നേതാക്കന്മാരാണ് ഇതിനകത്ത് വരാതിരുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധിക്കോ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കോ വരാമായിരുന്നു. ഖാർഗെയാണ് പ്രസിഡൻ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വിട്ടുവീഴ്ച ചെയ്യും? ഒരു മുന്നണിയെ നിലനിർത്താനും മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരാനും വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അടിയന്തരമായി കൂടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇലക്ഷൻ കഴിയുന്നത് വരെ ഇത്തരം വാക്ക് പോരാട്ടങ്ങളും നാടകങ്ങളും ഒക്കെ നമുക്ക് കാണേണ്ടി വരും. ഇലക്ഷൻ കഴിഞ്ഞ് എന്തായി തീരും എന്നുള്ളതിനെ അതെ, ഇതൊക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന ചില അബ്സൈഡ് നാടകങ്ങളാണ്. അപ്പോൾ അതിന് ഒരു വ്യത്യസ്തമായി ഈ മുന്നണി, ഇന്ത്യ മുന്നണിക്ക് കുറച്ചേറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രത്യാശ. ജയിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ജയിക്കാൻ ആവശ്യമായ മുന്നേറ്റമുണ്ടാകും. അതിൻ്റെ ഒരു പാളിച്ചയും ഇതുമാണ് മോദിക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അദ്ദേഹം കുറച്ച് വിറളി പിടിച്ച കണക്കാണ് അദ്ദേഹം പെരുമാറുന്നത്. അപ്പോൾ പോരായ്മകളൊക്കെ നികത്തി മുന്നോട്ട് പോകാൻ കഴിയട്ടെ മുന്നണിക്ക്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.